മോനോ? കേറി വാ മോനെ. ഇരിക്കെ. സത്യേ, മോള് രാവിലെ മുതൽ തിരക്കിയ ആളെ ദേ കൺമുന്നി വന്ന് ചാടിയിട്ടുണ്ട്. എന്താന്ന് വെച്ചാ ചോദിച്ചോ. സത്യേ. ഹായ് അച്ഛാ. ഞാൻ പറഞ്ഞത് വാങ്ങിച്ചോ? അത് പിന്നെ അച്ഛൻ മറക്കോ? ഹായ്, താങ്ക് യു അച്ഛാ. ഓ, അപ്പ പറഞ്ഞ വാങ്ങിച്ചോണ്ട് വരുമല്ലേ? എന്റെ കുട്ടിയുടെ കാര്യം കേട്ടില്ല അച്ഛന് മറ്റെന്ത് കാര്യവും. ഇത് തരാൻ വേണ്ടിട്ടല്ലേ ഞാൻ ഇങ്ങോട്ട് ഓടി വന്നേ. മോനെ, ശാലിനി വരാൻ വൈകും. രണ്ടുപേർക്കും ചോറ് എടുക്കട്ടെ. വിശപ്പായിട്ടില്ല ചേട്ടനെ. എന്തായാലും ഇവിടേക്കെടുത്തേക്ക്. ഞാൻ കഴിക്കാനൊക്കെ തന്ന സമയം പോവും. രാത്രി ഓട്ടമുള്ളതാ. എനിക്ക് ഒട്ടും വിശപ്പില്ല ശാരദാമ്മേ. അപ്പൊ രണ്ടുപേർക്കും വേണ്ട. ഇപ്പൊ വേണ്ട. ശരി. ഇതാ മോനെ, ശ്യാമ മോളെയും വിളിച്ച് രോഹിത്തിന്റെ അടുത്തേക്ക് പോയിട്ടുണ്ട്. എന്തൊക്കെയാ അവിടെ ഉണ്ടാകുമെന്ന് ദൈവത്തിനറിയാം. നല്ല ബുദ്ധി തോന്നി അവളോടും കുഞ്ഞിനോടും ഒക്കെ സ്നേഹത്തോടെ പെരുമാറിയാൽ മതിയായിരുന്നു. ദൈവം പോലും പൊറുക്കാൻ പറ്റാത്ത കാര്യങ്ങളാ അവനവന്റെ കൂട്ടരും കൂടി അവിടെ ചെയ്തു വെക്കുന്നേ. നീ അതിൽ നിന്ന് രക്ഷപ്പെടണമെന്നുണ്ടെങ്കിൽ അവൻ സ്വയം ചിന്തിച്ച് എന്തെങ്കിലും തീരുമാനത്തിലെത്തണം. അല്ലാതെ എന്താ ചെയ്യാ? അവനവന്റെ ജീവിതം നോക്കാനുള്ള കെൽപ്പില്ലെങ്കിൽ പിന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല മോനെ. വല്ലവരും പറയുന്ന കേട്ട് ജീവിക്കാനാണ് അവൻ ഇനിയും ശ്രമിക്കുന്നതെങ്കിൽ എനിക്കറിയില്ല എന്റെ മോളുടെ ജീവിതം എന്താവുമെന്ന്. വിഷ്ണുട്ട. ആ മോള്. ആഹാ, ചോക്ലേറ്റ് ഒക്കെ കിട്ടിയല്ലോ. ഈ മധുരം മുഴുവൻ കഴിച്ചിട്ട് പല്ല് മുഴുവൻ നാശാക്കണ്ട കേട്ടോ. ഓ അതെ, 2 ചോക്ലേറ്റ് കഴിച്ചു എന്ന് വെച്ചിട്ടൊന്നും എന്റെ മോളുടെ പല്ല് നാശാവാൻ പോണില്ല അല്ലേ? അത് തന്നെ, അങ്ങനെ പറഞ്ഞു കൊടുക്കച്ച. അച്ഛന് പറ്റിയ മോള് തന്നെ. അല്ല, വിഷ്ണുട്ടൻ എപ്പോ വന്നു? ആ, അത് രാത്രിയിലൊരു ഓട്ടം ഉണ്ട്. അപ്പൊ അതിനായിട്ട് ഇറങ്ങിയപ്പോ ഇങ്ങോട്ട് കയറിയതാ. ഇവൾക്ക് ചോക്ലേറ്റും കൊണ്ട് വന്നതായിരിക്കും. ഈ ഇടയായിട്ട് പെണ്ണിന് ചോക്ലേറ്റ് കഴിപ്പ് ഇത്തിരി കൂടുതലാ.